ഇത് നമ്മുടെ ഷമീറാണ്. നമ്മളിപ്പോ ഇന്നൊരു താർ റൈഡ്, ഒരു മഴയത്ത് നമ്മളൊരു താർ റൈഡ് പോവാണ്. ഇന്ന് നമ്മളെ ഡ്രൈവർ ഷമീർ തിരിച്ചാ മതി മുത്തേ. നമുക്ക് ഇത് പ്രമുഖൻ നിന്റെ 2 വണ്ടി നമ്മൾ, അത് 4 വണ്ടി 3 വണ്ടിയാ 3 വണ്ടി നമ്മൾ ഉടനെ കാണിക്കും. നമ്മളിതാ ഓഫ് റോഡ് കയറാൻ പോവാണ്. വീണ്ടും ഷമീർ കൊണ്ടുപോകാന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഷമീർ നമ്മുടെ വീടിനടുത്തായിട്ടുള്ള ഒരു മലയിലാണ് വന്നത്. നമ്മളൊരു പുതിയ സ്ഥലമാണ്, ഷമീർ കാണുന്ന സ്ഥലമാണ്. ഇത് എങ്ങനെയുണ്ട്? സ്ഥലമുണ്ട് ഷമീറിൻ്റെ പുതിയ സ്പോട്ട്. ഏതാ സ്ഥലം? കറക്റ്റ് ലൊക്കേഷൻ ഒന്നും പറഞ്ഞു. ഇതെവിടെ ഷമീറെ? കറക്റ്റാണ് സ്ഥലം. കുഴിമതിക്കാട്, കൊല്ലം കുണ്ടറ ഇന്ന് 12 കിലോമീറ്റർ. നമ്മൾ കുഴിമതിക്കാട് ചുമ്മാ തള്ളാണ് ഗൈസ്. എന്തായാലും സ്ഥലം കൊള്ളാം, നല്ല സെറ്റ്. മുകളിലോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെന്നാണ് ഷമീർ പറഞ്ഞേക്കുന്നത്. നമ്മളും നമ്മുടെ ജയിൻ അപ്പോൾ ഗൈസ്, ഷമീറിന് എന്തോ പറയാനുണ്ട് ഇവിടെ സ്ഥലത്തെ പറ്റി. ഷമീറെ പറ. ഈ വഴി കയറി പോകുന്ന തൊട്ടപ്പുറത്ത് തേയിലത്തോട്ടം, മൂന്നാർ കട്ട് ചെയ്യാൻ പറ്റുന്ന റോഡാണ്. കാണിക്കാം, പെട്ടെന്ന് മൂന്നാർ കിലോമീറ്റർ, വെറും 97 കിലോമീറ്ററിൽ മൂന്നാറെത്താൻ പറ്റുന്ന ഒരു വളരെ അടിപൊളി ഒരു ഷോർട്ട് കട്ട്. വെറും 97 കിലോമീറ്റർ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാം വെറും 97 കിലോമീറ്റർ അപ്പുറമുള്ള തേയിലത്തോട്ടം കാണിക്കാൻ പോവുകയാണ് നമ്മൾ. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ തേയിലത്തോട്ടം എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു തുള്ളി തേയിലത്തോട്ടം പോലും ഇല്ല. അവിടെ മൊത്തം കാട് കയറി മൊത്തം ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാണുന്ന ഭാഗമാണ് ഏകദേശം ആയിട്ട് വരുന്നത്. പക്ഷേ വണ്ടി പോവും, പറക്കണ്ടവർക്ക് വരാൻ താല്പര്യമില്ല. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്
ഇത് കണ്ട് തൃപ്തിപ്പെടുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജഡായിപ്പാറ കാണാൻ പറ്റും. ചടയമംഗലം ജഡായിപ്പാറ. അപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്ഥലം സ്ഥലം കൊള്ളാം. നമ്മൾ പറഞ്ഞ സ്പോട്ട് കൊണ്ട് ആ കാണുന്ന മലയുടെ അപ്പുറമാണ് മൂന്നാർ തേയിലത്തോട്ടം. അങ്ങോട്ടേക്ക് പോകാൻ വഴി മൊത്തം കാട് കയറി മണ്ണിടിഞ്ഞ് കിടക്കിയ മഴ. ഈ കാണുന്ന പാറ തന്നെ ആയിരവല്ലിപ്പാറ? അല്ലല്ല ആയിരവല്ലിപ്പാറ നമ്മൾ ഈ സൈഡായി. ഇല്ല, അത് അതിൻ്റെ ആ മലയുടെ അപ്പുറത്തെ ഭാഗമാണ് മൂന്നാർ. മഴ പെയ്ത് മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ പാറ ഘടന ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സവലങ്ങളൊക്കെ കിടക്കുന്നത്. അതിൻ്റെ മേളിൽ കാണുന്നതാണ് ആയിരവല്ലി അമ്പലം. ആ അതെ അതെ അതെ. നമ്മുടെ റഫീഖിൻ്റെ ഒരു സോങ് ആണ്. റഫീഖ് പാടാ പാടാൻ പറ്റിയൊരവസ്ഥയല്ല. അല്ല അതാ അപ്പൊ ശനിയാ നമ്മൾ വണ്ടി വരുന്ന കണ്ടൂടെ? അങ്ങോട്ട് റോഡുകളിലോട്ട് ഒരെണ്ണമെങ്കിലും പാഴ്സൽ മേടിച്ചോണ്ട് വീട്ടിൽ പോവാളെ. അപ്പൊ നമ്മള് ചെറിയൊരു ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ റോഡുവിള ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിന്റെ പേരാണ് നൂറുദ്ദീൻ. ഹോട്ടലിന്റെ പേരാ അങ്ങനെ പേരായിരിക്കും, നൂറുദ്ദീൻ. അപ്പൊ ഷമീർ നമ്മൾ പോയ സ്ഥലത്തിന്റെ പേരെന്താ ഷമീർ? നമ്മള് പുഴുപ്പലങ്ങാടി ബീച്ചിന്റെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ. ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടികളെ നിരോധിക്കണം. എന്താണ് എന്റെ അഭിപ്രായം? ഈ ബ്ലോക്ക് എല്ലാം ഉണ്ടാക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ അപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ KSRTC നിരോധിക്കണം. 4 വീലർ വണ്ടികളെല്ലാം നിരോധിക്കണം.
റോഡിലൊക്കെ ബൈക്ക് മാത്രം മതി. എന്നാ പിന്നെ നടക്കാം നമുക്ക്. എന്നാ പിന്നെ 2 വീലർ ഇതിലേ കൂടെ കയറി പോയാലേ? കൊള്ളത്തില്ല, അത്ര രസമൊന്നും.